കേരള സർവകലാശാല LLB പുനർമൂല്യനിർണ്ണയത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് VC. പരീക്ഷാ കൺട്രോളറോടാണ് റിപ്പോർട്ട് തേടിയത്. ഉത്തരക്കടലാസുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും പരീക്ഷാ കൺട്രോളർക്ക് VC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുനർമൂല്യനിർണ്ണയത്തിലെ അപാകതകൾ പരിശോധിക്കും. ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ കനത്ത നടപടി സ്വീകരിക്കാനാണ് സാധ്യത. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഇപ്പോൾ ഈ പുനർമൂല്യനിർണ്ണയത്തിൽ എന്തൊക്കെ തരം അപാകതകളാണുള്ളത്? ഈ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കർശന നടപടിയിലേക്ക് പോകാൻ തന്നെയാണോ സാധ്യത? പ്രജിത്തെ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിദ്യാർത്ഥി സംഘടനകളടക്കം സർവകലാശാല ആസ്ഥാനത്ത് ഇതേ വിഷയത്തിൽ പ്രതിഷേധങ്ങൾ നടത്തുകയാണ്. അതായത് LLB പരീക്ഷാ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റ് കൊണ്ടുവന്നിട്ടുള്ള പുതിയ ചില രീതികൾ, അതായത് 2 അധ്യാപകർ പരീക്ഷാ പേപ്പറുകൾ, ഉത്തരക്കടലാസുകൾ നോക്കുന്ന കാര്യം, ഒപ്പം തന്നെ അതിൻ്റെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള ഫീസ് കൂട്ടിയതടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിഷേധങ്ങൾ ഇരമ്പുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പരാതികൾ ഉയർന്നത്. VC ഡോക്ടർ മോഹനൻ കുന്നുമേലിനും മുൻപാകെ നിരവധി വിദ്യാർത്ഥി സംഘടനകളാണ് പരാതികളുമായി എത്തിയത്. ഈ സാഹചര്യത്തിലാണ് കൃത്യമായൊരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇപ്പോൾ പരീക്ഷാ കൺട്രോളറോടും ഒപ്പം തന്നെ പരീക്ഷ നടത്തിയ ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ VC അടിയന്തര ഇടപെടൽ നടത്തിയിരിക്കുന്നത്. അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ പരീക്ഷയിൽ എന്താണ് പോരായ്മകൾ സംഭവിച്ചത്, എന്താണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി നൽകണമെന്നുള്ളതാണ് പരീക്ഷാ കൺട്രോളറോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ മൂല്യനിർണ്ണയം നടത്തിയ ഉത്തരക്കടലാസുകൾ, സമീപകാലങ്ങളിൽ നടന്നിട്ടുള്ള LLB പരീക്ഷാ പേപ്പറുകൾ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി സൂക്ഷിക്കാനും നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നടപടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 292 പേർ പരീക്ഷ എഴുതിയതിൽ 231 പേരും വിജയിച്ചു എന്നുള്ളതാണ് കണക്കുകൾ. അപ്പോൾ ഇത്രയധികം പേർ എങ്ങനെ വിജയിച്ചു? അതിലേതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടോ? ആദ്യ മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകർക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് SFI നടത്തിയിട്ടുള്ള അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. പുനർമൂല്യനിർണ്ണയ ഉത്തരക്കടലാസുകൾ സൂക്ഷിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയതോടൊപ്പം തന്നെ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കണം എന്നുള്ളതാണ് VC ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. ഒപ്പം തന്നെ ഗവൺമെന്റ് ലോ കോളേജിലെ 45 വിദ്യാർത്ഥികൾ ഉത്തരക്കടലാസ് പുനർമൂല്യനിർണ്ണയത്തിൽ ഒറ്റയടിക്ക് വിജയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ആ ഒറ്റയടിക്ക് എങ്ങനെ വിദ്യാർത്ഥികൾ പുനർമൂല്യനിർണ്ണയത്തിൽ വിജയിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ VCയുടെ നിർദ്ദേശത്തിൽ പരീക്ഷാ കൺട്രോളർ പരിശോധിക്കണം. ഒപ്പം തന്നെ 1.5 പേജ് കൃത്യമായി ഉത്തരം എഴുതിയ വിദ്യാർത്ഥിക്ക് 0 മാർക്ക് നൽകിയെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ആദ്യ മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകർക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം. ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് വേണം റിപ്പോർട്ട് നൽകാൻ എന്നുള്ളതാണ് ഇപ്പോൾ VC നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒപ്പം തന്നെ വിവിധ സെമസ്റ്ററുകളിലായി പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിച്ച് 292 വിദ്യാർത്ഥികളിൽ 231 പേർക്കും ഉയർന്ന മാർക്ക് ലഭിച്ചതിൽ വിജയത്തിലെത്തി എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇതെങ്ങനെ സാധ്യമായി എന്നതും ഈ പരിശോധനയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം. എന്തായാലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ VC വിഷയത്തിൽ കൃത്യമായി ഇടപെടുന്നു. അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിശോധനകൾ നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന VCയുടെ നിർദ്ദേശം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇതേ വിഷയത്തിലാണ് VC ഡോക്ടർ മോഹനൻ കുന്നുമേലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാന വ്യാപകമായും ഒപ്പം തന്നെ തലസ്ഥാന ജില്ലയിലും SFI അടക്കം നടത്തിയത്. എന്തായാലും ആ SFI സമരത്തിന് ഒരു തിരിച്ചടി കൂടിയാണ് ഈ VCയുടെ ഇടപെടൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ VC പ്രവർത്തിക്കുന്നു. എന്താണ് ഈ സംഭവങ്ങളിൽ ഉണ്ടായത്, ആ വീഴ്ചകളടക്കം പരിശോധിക്കാനാണ് ഇപ്പോൾ പരീക്ഷാ കൺട്രോളറെ ഏൽപ്പിച്ചിട്ടുള്ളത്. പ്രജിത്ത്.